പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങളിപ്പം 4th സെമസ്റ്ററിന്റെ എക്സാം എഴുതാൻ പോവാണ്. സ്വാഭാവികമായിട്ടും കുറെ കാലമായി നിങ്ങൾ ഈ ക്ലാസ് എല്ലാം കേട്ടിട്ടുണ്ടാവുക. അപ്പൊ അതെല്ലാം മറന്നിട്ടുണ്ടാവും. ഓൾറെഡി ചില ആൾക്കാർ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ഈ എക്സാമുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ചില ടിപ്സ് ആണ് ഞാൻ ക്ലാസ്സിൽ തരാൻ പോകുന്നത്. ഞാൻ പറയുന്ന ടോപ്പിക് ആൻജിയോസ്പേം അനാട്ടമി ആൻഡ് ഫിസിയോളജി ആണ്. ഇപ്പൊ ആദ്യം അനാട്ടമി പറയാം, 1-2 വീഡിയോ തരാം, അതിനുശേഷം ഫിസിയോളജിയുടെ വീഡിയോ ഞാൻ തരാം. ദിസ് ഇസ് എൻ എക്സാം ടിപ്സ് ഫോർ സക്സസ്ഫുൾ എക്സാം പ്രിപ്പറേഷൻ ആണ്. നിങ്ങൾക്ക് ഓൾറെഡി സിലബസ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച കുട്ടികളുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടല്ല, അവരങ്ങനെ തന്നെ പോട്ടെ. അതേസമയം പലപ്പോഴും തീരെ ഇതുവരെ ടച്ച് ഇല്ലാത്ത ആൾക്കാർക്ക് സഹായിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഇങ്ങനെ ഒരു റിവിഷൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇതിന്റെ സിലബസിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആൻജിയോസ്പേം അനാട്ടമിയിൽ മൊഡ്യൂൾ 1 ആണ്. ഈ ടോപ്പിക്കിലെ മൊഡ്യൂൾ 1 ആണ് ഞാൻ പറയുന്നത്. ആൻജിയോസ്പേം അനാട്ടമി എന്ന് പറയുന്നത് ആ പേപ്പറിലെ മൊഡ്യൂൾ 1 ഉള്ളതാണ്. അതിൽ ഫസ്റ്റിൽ തന്നെ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് സെൽ വാൾ കോമ്പണൻസ് ആണ്. ഞാൻ എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് പറയുന്നത്. ഫസ്റ്റിൽ നമ്മൾ പറയുന്നത് സെൽ വാൾ കോമ്പണന്റ് ആണ്. അതിൽ പിറ്റ്സ്, പ്രൈമറി പിറ്റ്സ് ഫീൽഡ്, പ്ലാസ്മോഡെസ്മാറ്റ, എർഗാസ്റ്റിക് സബ്സ്റ്റൻസ്, റിസർവ് ഫുഡ്, സെക്രീറ്ററി പ്രൊഡക്ട്സ്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് സിലബസിൽ ഉണ്ടെങ്കിൽ പോലും ഞാൻ എക്സാമിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യും. പിന്നെ അതിനുശേഷം ടിഷ്യൂസ് ആണ്. ഇത് എസ്എ വരെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. സിമ്പിൾ ടിഷ്യൂ, കോംപ്ലക്സ് ടിഷ്യൂ, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് കോംപ്ലക്സ് ടിഷ്യൂ ആണ്. ദെൻ അതേപോലെ തിയറീസ് ആണ്. ഈ പറയുന്ന അനാട്ടമിയുമായി ബന്ധപ്പെട്ടുള്ള തിയറികളുണ്ട്. ടിഷ്യൂസ് എങ്ങനെയാണ് ഒറിജിൻ ചെയ്യുന്നത്, ദാറ്റ് ഈസ് അപ്പിക്കൽ സെൽ തിയറി, ഹിസ്റ്റോജൻ തിയറി, ട്യൂണിക്ക കോർപ്പസ് തിയറി, ഷൂട്ട് അപ്പെക്സ്, റൂട്ട് അപ്പെക്സ് എക്സെട്ര വി വിൽ ഡിസ്കസ്. ഓക്കെ, ഇതാണ് നമ്മുടെ സിലബസിന്റെ ഒരു ഔട്ട്ലൈൻ. ഇനി ഞാൻ ഇതിൽ പ്രധാനമായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യാം. സിമ്പിൾ ടിഷ്യൂവിൽ പാരൻകൈമ, കൊളൻകൈമ, സ്ക്ലീറൻകൈമ ചോദിക്കാം. കോംപ്ലക്സിൽ സൈലോം ഫ്ലോയും ചോദിക്കാം. അതേപോലെ അനാട്ടമി ഉണ്ട്, അത് നമ്മൾ പറയാൻ പോകുന്നതാണ്. റൂട്ട് സ്ട്രക്ചർ ഉണ്ടാവും, സ്റ്റെം സ്ട്രക്ചർ ഉണ്ടാവും, ലീഫ് സ്ട്രക്ചർ ഉണ്ടാവും. പ്രധാനമായിട്ടും ഡൈക്കോട്ടും മോണോക്കോട്ടും ആയിരിക്കും അതിൽ ചോദിക്കുന്നത്. അതേപോലെ വേറൊന്ന് സെക്കൻഡറി ഗ്രോത്ത് ആണ്. ഡൈക്കോട്ടിലെയും മോണോക്കോട്ടിലെയും സെക്കൻഡറി ഗ്രോത്ത്, അനോമല സെക്കൻഡറി ഗ്രോത്ത്, അതേപോലെ ഡൈക്കോട്ടിസ്റ്റം, ബൊറേവിയ. ഇതാണ് പലപ്പോഴും ചിലപ്പോൾ എസ് എ വരെ ചോദിക്കാൻ സാധ്യതയുള്ളത്. അനോമല സെക്കൻഡറി ഗ്രോത്തിന് ബൊറേവിയ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇത്രയാണ് സിലബസിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ. ഫസ്റ്റ് തന്നെ നമുക്ക് പറയാം, ഇതാണ് സാധാരണ ഫസ്റ്റിൽ തന്നെ സെൽ വാൾ കോമ്പണന്റ് ആണ്. അതിൽ മിഡിൽ ലെമല്ല, പ്രൈമറി സെൽ വാൾ, പ്ലാസ്മ മെംബ്രെയിൻ, ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. മിഡിൽ ലെമല്ല എന്താണ് നമുക്കറിയാം, പ്രൈമറി സെൽ വാൾ എന്താണെന്ന് അറിയാം, പ്ലാസ്മ മെംബ്രെയിൻ എന്താണെന്ന് അറിയാം. ഇതിൽ നമുക്ക് ചോദിക്കാൻ വളരെ പ്രധാനമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്കാണ്. അതായത് പിക്സും അതേപോലെ തന്നെ പ്ലാസ്മോഡെസ്മാറ്റയുമാണ്. ഇതിൽ മിഡിൽ ലെമല്ല എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, സെല്ലിന്റെ ഒരു സെല്ല് മറ്റൊരു സെല്ലുമായി കണക്ട് ചെയ്യുന്ന ചുമരാണ് മിഡിൽ ലെമല്ല എന്ന് പറയുന്നത്. അതേപോലെ പെക്റ്റിൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോട്ടീൻ സബ്സ്റ്റൻസ് ആണ്. സെല്ലുലോസ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ഹെമി സെല്ലുലോസ്, സോൾബിൾ പ്രോട്ടീൻ, ഇതെല്ലാം കൂടി ചേർന്നതാണ് ഒരു സെല്ലും സെൽവാളും സെല്ലിന്റെ സ്ട്രക്ചറും. അത് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കിട്ടാൻ വേണ്ടി ഞാൻ മാത്രം പറഞ്ഞിട്ടേ ഉള്ളൂ. ഇനി എന്താണ് സെൽവാള്? നമുക്കറിയാം, സെൽവാൾ എന്ന് പറയുന്നത് പ്ലാന്റ് സെല്ലിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രക്ചർ ആണ്. സെൽവാൾ, ദാറ്റ് ഈസ് സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ. ദർ ആർ 3 ഇമ്പോർട്ടന്റ് ലേയേഴ്സ്. ഒന്ന് മിഡിൽ ലെമല്ല, 2 പ്രൈമറി വാൾ, 2 സെക്കൻഡറി വാൾ. സം സെൽ മേ നോട്ട് ഹാവ് സെക്കൻഡറി വാൾ, ചിലതിന് സെക്കൻഡറി സെൽ വാൾ ഉണ്ടാവില്ല. അപ്പൊ ഇത് ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് സെല്ലിന്റെ. അതായത് 3 കാര്യങ്ങൾ ഉണ്ടാവും: മിഡിൽ ലെമല്ല, പ്രൈമറി വാൾ, സെക്കൻഡറി വാൾ. നമുക്കറിയാം, സെൽ വാൾ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്ട്രക്ചർ കോൾഡ് സെല്ലുലോസ്. സെല്ലുലോസ് എന്ന് പറയുന്നത് ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്. നൗ നമ്മൾ പറയാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കൂ നിങ്ങള്. See, thickness and composition of cell wall vary depending on the tissues. ഓരോ സെല്ലിന്റെയും തിക്നെസ് ഓരോ സെല്ലിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. That is based on the tissues and species, they may vary. Even variation exists in an individual side of cell. Primary wall formed by growing cell, usually thin and architecturally simple. Then secondary wall formed after cell enlargement stops between the plasma membrane and the primary cell wall. The next one, middle lamella, a thin layer of material at the interface where the wall of neighboring cell come into contact, pectic polysaccharide. അപ്പൊ മിഡിൽ ലെമൽ, ഇതൊക്കെ ഞാൻ പറയാൻ വിചാരിക്കുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പിൽ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്.
ഓൾറെഡി ഞാൻ പറഞ്ഞു സെൽ വാൾ ഈസ് മേഡ് അപ്പ് ഓഫ് സെല്ലുലോസ്, അതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻ ആണ്. ദെൻ അതേപോലെ തന്നെ സെക്കൻഡറി വാളില് എന്തുണ്ട്, എൻലാർജ്മെന്റ് സ്റ്റോപ്പ് ബിറ്റ്വീൻ പ്ലാസ്മ മെംബ്രെയിൻ ആൻഡ് പ്രൈമറി സെൽ വാൾ. അപ്പം സെക്കൻഡറി വാളില് പ്രധാനമായിട്ട് നടക്കുന്ന ഗ്രോത്തിന്റെ പാറ്റേൺ എന്താണ്? ദാറ്റ് ഈസ് ഫോംഡ് ആഫ്റ്റർ സെൽ എൻലാർജ്മെന്റ്, then stops between the plasma membrane and the primary wall. Then middle lamella, that is very important as far as the objective question. A thin layer of material at the interface where the wall of the neighboring cell come into contact, that is pectic polysaccharide. അതായത് മിഡിൽ lamellയിൽ അടങ്ങിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. That carbohydrate is called pectic polysaccharide. That you should remember. അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. അതേപോലെ തന്നെ വാൾ കോമ്പോസിഷൻ, പലതരത്തിലുള്ള വാൾ കോമ്പോസിഷൻസ് ഉണ്ട് ഇവിടെ. നിങ്ങൾ നോക്കൂ, വളരെ പ്രധാനപ്പെട്ട ഒരു വാൾ കോമ്പോസിഷൻ ആണ് ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ദാറ്റ് ഈസ് സെല്ലുലോസ്, പെക്റ്റിൻ, ലിഗ്നിൻ, ക്യൂട്ടിൻ, സ്യൂബറിൻ, വാക്സസ്, സിലിക്ക, സ്ട്രക്ചറൽ പ്രോട്ടീൻ എക്സെട്ര. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുക റൈറ്റ് ആൻഡ് നോട്ട് ഓൺ വാൾ സെൽ വാൾ കോമ്പോസിഷൻ. പറയണം സെൽ വാൾ വിച്ച് കണ്ടെയ്ൻ സെല്ലുലോസ്, പെക്റ്റിൻ, ലിഗ്നിൻ എക്സെട്ര. ഇനി സെൽ വാൾ ഒന്നും നമ്മൾ പറയാണ്, ഫൗണ്ട് ഓൺലി ഇൻ പ്ലാന്റ് സെൽ, പ്രൊട്ടക്ട് സെൽ കണ്ടന്റ് ആൻഡ് പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ, then contain molecules that regulate growth and protect the plant from disease, formed from carbohydrate called cellulose. അപ്പോൾ ചിലപ്പോൾ സെൽ വാളിനെ കുറിച്ച് റൈറ്റ് ആൻഡ് നോട്ട് ഓൺ സെൽ വാൾ ചോദിച്ചു കഴിഞ്ഞാൽ യു ഷുഡ് റൈറ്റ് ഓൾ ദീസ് പോയിന്റ്സ്. ഇനി ഓൾറെഡി നമ്മൾ ഇത് സിലബസിൽ ഇല്ലാത്തതാണ്, ചിലപ്പം പരീക്ഷയ്ക്ക് ചിലപ്പോൾ സിമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഡിഫറൻഷിയേറ്റ് പ്രൊകാരിയോട്ട് ആൻഡ് യൂകാരിയോട്ടിക് സെൽ. അപ്പോൾ യൂകാരിയോട്ടിക് സെൽ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, യൂകാരിയോട്ടിക് സെല്ലും പ്രൊകാരിയോട്ടിക് സെല്ലും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയാം. Eukaryotic cell contain a nucleus and other membrane bond organelle. Then prokaryote does not contain a nucleus or other membrane bond organelle. Then cell type rod shaped chromosomes ആണ്, ഇവിടെ circular chromosomes ആണ്, found in all kingdoms except the eubacteria and archaebacteria. Then here found only in the eubacteria and archaebacteria and also kingdoms. അപ്പോൾ ഇത് ബേസിക് ആയിട്ടുള്ള, ഇത് കൂടാതെ വേറെ കുറെ സാധനം ഉണ്ട്. പ്ലാന്റ് സെല്ലിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, അനിമൽ സെല്ലിൽ ക്ലോറോപ്ലാസ്റ്റ് ഇല്ല, അങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ബേസിക്കലി നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ യു ഹാവ് എ നോട്ട് ഓൺ പ്രൊകാരിയോട്ടിക് ആൻഡ് യൂകാരിയോട്ടിക് സെൽ. ദെൻ ഇനി നമ്മൾ പറയാനുള്ള സിലബസിൽ പറഞ്ഞിരിക്കുന്ന പിറ്റ്സ് എന്താണ്? എന്താണ് ഒരു പിറ്റ്? പിറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കുഴി എന്നാണ് നമ്മൾ അർത്ഥം. പിറ്റ് അപ്പർച്ചർ ഓപ്പൺ, പിറ്റ് അപ്പർച്ചർ ക്ലോസ്ഡ്. ഓക്കെ, ഇത് ഓപ്പൺ ആയിരിക്കുന്ന പിറ്റ് അപ്പർച്ചർ ആണ്, ഇത് ക്ലോസ്ഡ് ആയിരിക്കുന്ന പിറ്റ് അപ്പർച്ചർ ആണ്. ഒന്നുമില്ല, ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ടാവുന്നു പ്ലാന്റിന്റെ പല ഭാഗത്തും, പല പാർട്ടിലും പ്ലാന്റിന് ചെറിയ ഓപ്പണിംഗ് ഓർ കുഴി ഉണ്ടാവുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് പിറ്റ്സ്. എന്താണ് പിറ്റ്സ്? പരീക്ഷയ്ക്ക് ചോദിക്കും വാട്ട് ഈസ് എ പിറ്റ്. Pits are unthickened areas in the secondary wall of the plant cell. They therefore appear as a depression. ഒരു ഡിപ്രഷൻ ആയിട്ട് ഒരു ചെറിയ കുഴി പോലെയാണ് നമ്മൾ കാണുന്നത്. Each pit has a complementary pit exactly opposite in the wall of the neighboring cell. Such pit form a morphological and functional unit called pit pair. അപ്പൊ എന്താണ് പിറ്റ്, എന്താണ് പിറ്റ് പെയർ? പിറ്റ് എന്ന് പറയുന്നത് ഒന്നുമില്ല, ഒരു ഡിപ്രഷൻ ആണ്. പിറ്റ്സ് ആർ അൺതിക്കൻഡ്, തീരെ തിക്നെസ് ഇല്ലാത്ത ഒരു ഡിപ്രഷൻ പറയുന്ന പേരാണ് പിറ്റ്സ് എന്ന് പറയുന്നത്. അതേപോലെ എന്താണ് പിറ്റ് പെയർ? ദെൻ എന്താണ് ഒരു പിറ്റ്സിന്റെ സ്ട്രക്ചർ? ചിലപ്പോൾ ചോദിക്കാം പരീക്ഷയ്ക്ക്, ഒരു 2 മാർക്കും ചോദിക്കാൻ നിങ്ങൾ ഇതുകൂടി എഴുതണം. പിറ്റ്സ് കാവിറ്റി, പിറ്റ് മെംബ്രെയിൻ ഓർ ക്ലോസ്ഡ് മെംബ്രെയിൻ, ദെൻ പിറ്റ് അപ്പർച്ചർ. ഈ 3 കാര്യങ്ങളാണ് ഒരു പിറ്റിനുള്ളത്. പിറ്റ് കാവിറ്റി എന്താണ്? ദ കാവിറ്റി ഫോംഡ് ബൈ ദ ബ്രേക്ക് ഇൻ ദ സെക്കൻഡറി വാൾ. സെക്കൻഡറി വാൾ പൊട്ടുമുണ്ടാവുന്ന ഒരു ബ്രേക്കിന്റെ ഭാഗത്തുണ്ടാവുന്ന ഒരു ക്യാവിറ്റിയാണ് പിറ്റ് ക്യാവിറ്റി. Then what about pit membrane or closed membrane? The membrane built of the primary cell wall and middle lamellae that separate the 2 pits cavity of the pit pair. That is called a pit membrane. Then what about pit aperture? The opening of the pit on the inner side of the cell wall is called a pit aperture. Then combination in pits. എന്തൊക്കെ പിറ്റ്സിൽ എന്തൊക്കെ കോമ്പിനേഷൻ ആണുള്ളത്? സിമ്പിൾ പിറ്റ് പെയർ, ബോർഡഡ് പിറ്റ് പെയർ, ഹാഫ് ബോർഡഡ് പിറ്റ് പെയർ, ഇതൊക്കെ പലതരത്തിലുള്ള പിറ്റുകളാണ്. ചിലപ്പോൾ 2 or 3 മാർക്സ് ചോദിക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള പിറ്റിനെ കുറിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയണം. ഓക്കെ. Then another important point that is mentioned in the syllabus, that is plasmodesmata. എന്താണ് plasmodesmata? എന്താണ് plasmodesmata? Plasmodesmata are protoplasmic strands that connect the protoplast of the neighboring cell. 2 സെല്ലുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ചെറിയ ഓപ്പണിങ്ങിനെയാണ് പ്ലാസ്മോഡെസ്മാറ്റ. നമ്മൾ പറയാം അതിനൊരു വിൻഡോ എന്നാണ്, ചെറിയ വാതിലാണ്, ചെറിയൊരു കിളിവാതിലുണ്ടാവും, ചെറിയൊരു ജനലുണ്ടാവും. ഒരു സെല്ല് മറ്റൊരു സെല്ലിനോട് ചിലപ്പോൾ പറയും എന്റെ അടുത്ത് കുറച്ച് ഫുഡ് ഉണ്ട്, നിനക്ക് വേണോ? അത് കൊടുക്കാനുള്ള ഒരു ഗ്യാപ്പിനെയാണ് പ്ലാസ്മോഡെസ്മാറ്റ എന്ന് പറയാം. നമ്മൾ ബയോളജിക്കലി അതിന് പറയുന്നത് പ്ലാസ്മോഡെസ്മാറ്റ ആർ പ്രോട്ടോപ്ലാസ്മിക് സ്ട്രാൻഡ്സ് ദാറ്റ് കണക്ട് ബിറ്റ്വീൻ ദ നൈബറിംഗ് സെൽസ് ത്രൂ ദ പ്രോട്ടോപ്ലാസ്റ്റ്. അതിന്റെ ഡയമീറ്റർ എത്രയാണ്? ഇത് ഒബ്ജക്റ്റീവ് ആയിട്ട് ചോദിക്കാറുണ്ട്. 40 to 50 നാനോമീറ്റർ ആണ്. ഈസിലി സീൻ ഇൻ എൻഡോസ്പെം ഓഫ് സീഡ്സ് സച്ച് ആസ് ഫിനിക്സ്
then scitus, then Diosporus, and in cotyledons of some plants. ഇതിലൊക്കെ സാധാരണ പ്ലാസ്മോഡെസ്മാറ്റ കാണാറുണ്ട്. Then structure of plasmodesmata. Plasmodesmata is lined by a plasma membrane. It encloses tubular extension of the endoplasmic reticulum called desmotobule. That is very important. Self objective ആയിട്ട് ചോദിക്കും. Plasmodesmata extension പേര് എന്താണ്? That is called desmotobule. The space between desmotobule and the plasma membrane contain 8 to 10 microchannels. അതിനുള്ളിൽ ഒരുപാട് മൈക്രോ ചാനൽ. ജസ്റ്റ് പ്ലാസ്മോഡെസ്മാറ്റ എന്താണെന്ന് അറിയാം, ഇതിന്റെ സ്ട്രക്ചർ എന്താണെന്ന് അറിയാം. ഇതാണ് നോർമലി നമ്മുടെ പ്ലാസ്മോഡെസ്മാറ്റ. കുറച്ചും ഡീറ്റെയിൽ ആയി നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. I will show. Then function of plasmodesmata: transport of material and relay of stimuli. Material അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. Then regulate traffic of molecule between cell. Important role during development of organelle. Then involved in short cell movement of virus. പലതരത്തിലുള്ള പാർട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത് സഹായിക്കുന്നത്. ഇതാണ് സാധാരണ പ്ലാസ്മോഡെസ്മാറ്റയുടെ ഒരു സ്ട്രക്ചർ. ഇതൊരു സെല്ലാണ്, ഇതൊരു സെല്ലാണ്. ഈ സെല്ലിന്റെ അടുത്തുള്ള ചെറിയ ഓപ്പണിംഗ് ഓർ വിൻഡോ ആണ് ഈ പ്ലാസ്മോഡെസ്മാറ്റ. ഇതുവഴിയാണ് മെറ്റീരിയൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഇതുവഴി രണ്ട് രീതിയിൽ ട്രാൻസ്പോർട്ട് നടത്താം. അപ്പോപ്ലാസ്റ്റിക് പാത്വേ, സിംപ്ലാസ്റ്റിക് ആൻഡ് ട്രാൻസ് മെംബ്രെയിൻ പാത്വേ. 3 തരത്തിലുള്ള പാത്വേ ഉണ്ട്. എന്താണ് അപ്പോപ്ലാസ്റ്റിക് പാത്വേ? The pathway in which the materials are transported through the cell wall. ഇതാണ് ഈ മഞ്ഞ കളർ കാണിച്ചാണ് സെൽ വാൾ. Okay, then symplastic pathway വെച്ചാൽ the transport of material through the plasmodesmata is called symplastic pathway. Symplastic through the cytoplasm, or we can say that ഈ പറയുന്ന plasmodesmata എന്ന് പറഞ്ഞാൽ സൈറ്റോപ്ലാസത്തിന്റെ കണക്ഷൻ ആണ്. Through the plasmodesmata we can say that symplastic pathway. ഇനി ട്രാൻസ് മെംബ്രെയിൻ പാത്വേ ഉണ്ട്. അതെന്താണ്? പ്ലാസ്മ മെംബ്രെയിൻ വഴി പോകുന്ന പാത്വേക്കാണ് ട്രാൻസ് മെംബ്രെയിൻ പാത്വേ എന്ന് പറയുന്നത്. ഇതിന് അഡീഷണൽ ആയിട്ട് ഞാൻ പറയുന്നതല്ലോ, നമ്മളിപ്പോൾ പറയുന്നത് എന്താണ് പ്ലാസ്മോഡെസ്മാറ്റ. Then next one, എന്താ ഇതേപോലെ സിലബസിൽ പറഞ്ഞ വേറൊരു ടോപ്പിക് ആണ് എർഗാസ്റ്റിക് സബ്സ്റ്റൻസ്. എന്താണ് എർഗാസ്റ്റിക് സബ്സ്റ്റൻസ്? എർഗാസ്റ്റിക് സബ്സ്റ്റൻസ് ഓർ സെൽ ഇൻക്ലൂഷൻസ്. സെല്ലിന്റെ ഉള്ളിലുള്ള സബ്സ്റ്റൻസുകൾ എന്തൊക്കെയാണ്? Cell inclusions are non-living substance present in the cell. They are also called ergastic substance or ergastic bodies. They may be present in soluble or insoluble state and can be organic or inorganic. അപ്പോൾ ഓർഗാനിക്കും ഇനോർഗാനിക്കും ആയിരിക്കുന്ന പല മെറ്റീരിയലും സെല്ലിന്റെ ഉള്ളിൽ ഉണ്ടാവും. ആ സെല്ലിന്റെ ഉള്ളിലുള്ള മെറ്റീരിയലിനെയാണ് എർഗാസ്റ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയാം. These are present in components or sub-components of the cell. They are raw material or products of metabolism. They may be export or expelled from the cell. ഒന്നുകിൽ എക്സ്പോർട്ട് ആവും അല്ലെങ്കിൽ എക്സ്പെൽഡ് ആവും. രണ്ട് രീതി പുറത്തോട്ട് പോകും അല്ലെങ്കിൽ ഉള്ളിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്തു വരാം. ചുരുക്കി പറഞ്ഞാൽ ഓർഗാനിക്കും ഇനോർഗാനിക്കും ആയിരിക്കുന്ന പലതരത്തിലുള്ള മെറ്റീരിയൽസിനെയാണ് എർഗാസ്റ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയാം. The cell inclusions belong to 3 category. 3 തരത്തിലുള്ള കാറ്റഗറിയാണ് ഇതിനുള്ളത്. ഒന്ന് റിസർവ് ഫുഡ് ഉണ്ടാവും, സെക്രീറ്ററി പ്രൊഡക്ട്സ് ഉണ്ടാവും, മിനറൽ മാറ്റർ ഉണ്ടാവും. 3 രീതിയിലുള്ള മെറ്റീരിയൽ നമുക്ക് എർഗാസ്റ്റിക് സബ്സ്റ്റൻസ് ആയിട്ട് കാണാം. റിസർവ് ഫുഡ്, they are of 4 main types: starch, glycogen, fat droplets and allurone grain. ഇതൊക്കെ പലപ്പോഴും ചെറിയ ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാറുണ്ട്. എന്താണ് സ്റ്റാർച്ച്, എന്താണ് റിസർവ് ഫുഡ് എന്നൊക്കെ പറയേണ്ടത് നമ്മൾ പറയും. അപ്പം ഞാൻ പറഞ്ഞത് എർഗാസ്റ്റിക് സബ്സ്റ്റൻസിന്റെ ഉള്ളിൽ 3 കാറ്റഗറി ഉണ്ട്. അതിൽ ഒന്ന് റിസർവ് ഫുഡ് ആണ്. റിസർവ് ഫുഡ് they are of 4 main types: സ്റ്റാർച്ച് ഉണ്ട്, then glycogen ഉണ്ട്, ഫാറ്റ് ഡ്രോപ്ലെറ്റ്സ് ഉണ്ട്, allurone grains ഉണ്ട്. എന്താണ് സ്റ്റാർച്ച് ഗ്രെയിൻ? occur in plant cell. The grains are found in chloroplast and amyloplast. As such, they are insoluble. The grains may be occur singly when they are called simple. They are called component starch grain when 2 or more of them occur in amyloplast. അപ്പം സ്റ്റാർച്ച് ഗ്രെയിൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ അരിന്റെ മുകളിലുള്ള ഗ്രെയിൻസ് ആണ്. അതിന്റെ പലതരത്തിലുള്ള ലെയർ ഉണ്ടാവും. എന്ന് നമ്മൾ അല്യൂറോൺ ലെയർ എന്ന് പറയും. അത് സാധാരണ സിമ്പിൾ ആയിട്ടുള്ള സാധനം ഉണ്ടാവും, കോംപ്ലക്സ് ആയിട്ടുണ്ടാവും. ഇതൊക്കെ അമൈലോപ്ലാസ്റ്റിലാണ്. അമൈലോപ്ലാസ്റ്റ് എന്ന് വെച്ചാൽ ക്ലോറോപ്ലാസ്റ്റ് കൂടാതെ വേറെ പലതരത്തിലുള്ള പ്ലാസ്റ്റിഡ് ഉണ്ട്. 3 തരത്തിലുള്ള പ്ലാസ്റ്റിഡ് ഉണ്ട്: ക്ലോറോപ്ലാസ്റ്റ്, ല്യൂക്കോപ്ലാസ്റ്റ് ആൻഡ് അമൈലോപ്ലാസ്റ്റ്. അപ്പൊ അമൈലോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിഡിൽ നിന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കോമ്പണന്റ് ആണ്. അതുവഴിയും സ്റ്റാർച്ച് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, then you can see ഇതാണ് പലതരത്തിലുള്ള സ്റ്റാർച്ച്. ഹിയർ സിമ്പിൾ സ്റ്റാർച്ച് ഗ്രെയിൻ ഓഫ് പൊട്ടറ്റോ ആൻഡ് വീറ്റ്. നമ്മൾ പ്രാക്ടിക്കലി ചെയ്താണ്. പ്രാക്ടിക്കൽ നമുക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും. സ്റ്റാർച്ച് ഗ്രെയിൻ പൊട്ടറ്റോനെ എടുത്തിട്ട് നമ്മൾ സെക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ളത് കാണാൻ പറ്റും. ദാറ്റ് ഈസ് കോൾഡ് സിമ്പിൾ സ്റ്റാർച്ച് ഗ്രെയിൻ. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഗ്രെയിൻസ് ആണ്. ഓക്കെ, then കോമ്പൗണ്ട്. ഇതാണ് കോമ്പൗണ്ട് ആയിട്ടുള്ള സ്റ്റാർച്ച് ഗ്രെയിൻ. ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ടൈപ്പ് ഓഫ് സ്റ്റാർച്ച് ഗ്രെയിൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇത്രയാണ് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറയുന്നത്. ദെൻ ഇതേപോലെ തന്നെ കുറച്ച് വീഡിയോസ് ഞാൻ തരാം. അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ.